ഹിഡൻ സ്പോട്ടിൽ എത്താൻ പറ്റും. ചാർലി കുളത്ത് അറിയപ്പെടുന്നത് ആ ചാർലി സിനിമ വന്നതിന് ശേഷമാണ്. ചേട്ടൻ്റെ അമ്മച്ചി കൊട്ടാരത്തെ പറ്റി കേട്ടിട്ടില്ലേ? ലോർഡ് ഓൾട്ടോ എവിടെയാണ് വന്നിരിക്കുന്നത്? ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് ഓഫ് റോഡർ എന്ന് പറയാം. ഇതിൻ്റെ ബേസിക് ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഉണ്ടോ? എത്ര വലുതാ! 600+ liters ഓഫ് ബൂട്ട് സ്പേസ് ആണ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വെലോസിറ്റി. അങ്ങനെ ടാറ്റ സിയറ, ദി ഓൾ ന്യൂ ടാറ്റ സിയറ. ടാറ്റ സിയറ എന്ന് പറഞ്ഞാൽ ഒരു ഐക്കോണിക് പേരാണ്. ആ പേരിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. സിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കിൽ വാഹനം, വണ്ടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് സിയറ. ആ പേര് ആ കാലത്ത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര പോപ്പുലറായിരുന്നു. 90s കിഡ്സിനൊക്കെ അറിയാം. ശരിക്കും ഒരു ആസ്പയർ ചെയ്തിരുന്ന വാഹനമാണ് ടാറ്റ സിയറ. ഇത് ടാറ്റ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ലോഞ്ച് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. ടാറ്റ സിയറ എന്ന് പറയുമ്പം അന്നത്തെ കാലത്ത് പെർഫോമൻസ്, സ്പോർട്ടിനെസ്, യൂത്തിൻ്റെ ഒരു ഐക്കോണിക് ബ്രാൻഡായിരുന്നു. ദോ ഡ്യൂ ടു സഡൻ ഫ്ലോസ് ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ് വെൽ. അന്ന് അംബാസഡറും പ്രീമിയർ പത്മിനിയും ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് മാരുതി ജിപ്സിയും എസ്റ്റീമും ഒക്കെ അടക്കി വാണ കാലത്താണ് ടാറ്റ സിയറയുടെ വരവ്. ടാറ്റ സിയറ പക്ഷേ കുഡന്റ് ഫെച്ച് ദാറ്റ് വോളിയം. അതിൻ്റെ പല പല റീസൺസ് ഉണ്ടായിരുന്നു. ഫിറ്റ് ആൻഡ് ഫിനിഷിനും ഡ്യൂറബിലിറ്റിക്കും ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടെൽക്കോ, അന്ന് ടാറ്റ മോട്ടോഴ്സ് അല്ല, ടെൽക്കോയുടെ പ്ലാന്റ് വരെ തകർത്തിട്ടുണ്ട് ജംഷഡ്പൂരിൽ. ഇന്ന് കുട്ടിക്കാനം വഴി പോവാണ് ഒരു യാത്രയ്ക്ക്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്, അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. ചാർലിക്കുളം, ചാർലി മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം. നമ്മളോടൊപ്പം ഇന്ന് റൈഡിനെ ജോയിൻ ചെയ്യുന്നത് ബിനിച്ചേട്ടനാണ്. ബിനിച്ചേട്ടനെ നിങ്ങൾക്ക് പലർക്കും അറിയാം. 2500 പരം സ്കെയിൽ മോഡൽ കളക്ടറാണ്. പുള്ളിക്ക് അത്യാവശ്യം ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉണ്ട്. അതിലുപരി ബിനിച്ചേട്ടൻ ഒരു പഴയ റാലി ഡ്രൈവറായിരുന്നു. പ്രീമിയർ പത്മിനിയിൽ പുള്ളി ഒരുപാട് റാലിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. 65 വയസ്സുള്ള ബിനിച്ചേട്ടൻ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പോളോയാണ്, വോക്സ്വാഗൺ പോളോയാണ്. ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള കാറാണ്. നമുക്ക് ഈ ടാറ്റ സിയറ എക്സ്പീരിയൻസ് റൈഡ് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് ലക്സൺ ടാറ്റ ഏറ്റുമാനൂരാണ്. നമ്മൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കോട്ടയത്തു നിന്നാണ്. പ്ലാൻ ചെയ്തിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് അമ്മച്ചി കൊട്ടാരം, അതായത് കുട്ടിക്കാനത്തിനടുത്തുള്ള അമ്മച്ചി കൊട്ടാരം, പിന്നെ അവിടുന്ന് ചാർലിക്കുളം, ചാർലി മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു സ്ഥലം. അപ്പം ശരിക്കും ഈ ടാറ്റ സിയറ ആരെ ടാർഗറ്റ് ചെയ്യുന്നൊരു വെഹിക്കിളാണ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ പോലെയുള്ള ജെനെക്സിലുള്ള ആളുകൾക്ക് അന്നൊരു ആസ്പിറേഷൻ തോന്നിയ വെഹിക്കിളാണ്. ഇപ്പം ടാറ്റ മോട്ടോഴ്സ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതാണോ അറിയില്ല. പിന്നെ അന്നത്തെ കാലത്ത് വാഹനം വാങ്ങിക്കാനുള്ള ഒരു പർച്ചേസിങ് പവറുള്ള ബേബി ബൂമേഴ്സ്, ബിനിച്ചേട്ടനെ പോലെയുള്ള ബേബി ബൂമേഴ്സിന് ടാർഗറ്റ് ചെയ്യുന്നതാണോ അതും അറിയില്ല. ഇനി അതുമല്ല, ജെൻ സിയെ ടാർഗറ്റ് ചെയ്യുന്നതാണോ? അപ്പോൾ ഇന്ന് ബേസിക്കലി ഈ 3 ജനറേഷൻസിലുള്ളവരും ഈ വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു വെഹിക്കിൾ റിവ്യൂ മാത്രമല്ല, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആസ് എ കസ്റ്റമർ പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ പോസിറ്റീവ്സും പറയും, പച്ചയായിട്ട് നെഗറ്റീവ്സും പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുള്ള ഒരു ലോങ് വെഹിക്കിളാണ്, പക്ഷെ നമ്മളിത് ഹാൻഡിൽ ചെയ്യാനുണ്ടല്ലോ. അപ്പം നമ്മൾ അത്യാവശ്യം പിന്നെ പുഷ് ചെയ്താണ് ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം. പക്ഷേ ഹാൻഡ്ലിംഗ് ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത്, മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തും എന്ന് പറഞ്ഞ പോലെ വണ്ടി എത്തുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ ഇപ്പം ഈ കോർണർ ചെയ്യുമ്പോഴൊക്കെ കണ്ടോ, നല്ല നല്ല സ്മൂത്തായിട്ട് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളപ്പോൾ അങ്ങനെ പൊൻകുന്നമെത്തി. 7:40 കഞ്ഞിക്കുഴിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്.
കഞ്ഞിക്കുഴി തൊട്ട് പൊൻകുന്നം വരെ ഒരു 33 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഇപ്പം സമയം 8:52 ഒരുപാട് ടൈം എടുത്തു. ഇത് ട്രാഫിക്കും പിന്നെ നാരോ ആണ് റോഡ്. എന്തൊക്കെ പറഞ്ഞാൽ ഇത് പഴയ KK റോഡാണ്. ഇപ്പോൾ NH-220 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഒരു നാഷണൽ ഹൈവേയുടെ ആ ഒരു നിലവാരമൊന്നുമില്ല. വീതി കുറവാണ്, അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? സമയം ഇത്രയായില്ലേ, 9:15. നമ്മളിപ്പോൾ പൊടിമറ്റം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇനിയിപ്പം മറ്റേ സെൻറ് ഡൊമിനിക്സ് കോളേജില്ലേ, നെക്സ്റ്റ് സെൻറ് ഡൊമിനിക്സ് കോളേജാണ്. അതിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഇവിടെ ഒന്ന് ട്രൈ ചെയ്താലോ? ഒരിക്കൽ ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുള്ളതാണ്. നമ്മൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിലാണ് പോകുന്നത്. 41 കിലോമീറ്റർ ആണ് ക്രൂസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തൊട്ട് മുന്നിലൊരു ട്രക്ക് പോകുന്നതുകൊണ്ട് അത് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 39 കിലോമീറ്റേഴ്സ് ആ ഒരു സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. ടാറ്റ മോട്ടോഴ്സ് ഈ സിയറയ്ക്ക് പല കളേഴ്സും കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിലാണ്. നമ്മളിപ്പോൾ ഈ ഡ്രൈവ് ചെയ്യുന്ന ഈ ഒരു ഗ്രീൻ കളറിന് അവർ കൊടുത്തിരിക്കുന്ന പേര് മൂന്നാർ മിസ്റ്റാണ്. അതിൽ നമ്മൾ ശരിക്കും മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൗഡായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ഇപ്പോഴത്തെ ഉള്ളൊരു SUVs വെച്ച് നോക്കുമ്പം ഇത് ഓടിക്കാൻ അത്യാവശ്യം നൈസാണ്. പിന്നെ ടർബോ പെട്രോൾ ആയതുകൊണ്ട് തന്നെ ടർബോ സ്കൂൾ അയക്കുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഇനീഷ്യൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. പിന്നെ എൻ്റെ സ്റ്റെബിലിറ്റി ആണെങ്കിലും വളവിലൊക്കെ ചെന്ന് നമ്മൾ അധികം സ്ലോ ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പേസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗിയർ ബോക്സും സ്ലിക്ക് ഷിഫ്റ്റിംഗ് ഒരു ഗിയർ ബോക്സ് ആണ്. പിന്നെ നമ്മൾ മാനുവലി എന്താ പറയുക, ഇൻപുട്ട് കൊടുക്കുമ്പോഴും അത്യാവശ്യം ആക്യുറേറ്റ് ആയിട്ട് തന്നെ വണ്ടി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ്. ഇതിന് ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഒരു വാട്ടർഫാളിന് പറഞ്ഞിരുന്നത് നിന്നുള്ളിപ്പാറ എന്നായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേരുണ്ട്. ചേട്ടൻ്റെ അമ്മച്ചി കൊട്ടാരത്തെ പറ്റി കേട്ടിട്ടില്ലേ? ഒരു 225 വർഷം പഴക്കമുള്ള കൊട്ടാരം കേട്ടോ. ആദ്യം ചങ്ങനാശ്ശേരി രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്നു. അവരാണത് പണി കഴിപ്പിച്ചത്. പിന്നെ തിരുവിതാംകൂർ രാജകുടുംബം യുദ്ധത്തിൽ ജയിച്ചപ്പം അവരുടെ പക്കലാക്കിയത്. നമ്മൾ ഈ ഒരു വഴിയെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ ടാറ്റ സിയറയുടെ സസ്പെൻഷൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ശരിക്കും അറിയുന്നതേ ഇല്ല. നമ്മൾ ചവിട്ടി ഓരോ കുഴിയും എടുക്കുവാണെങ്കിൽ അത് ഫീൽ ചെയ്യും. പക്ഷെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒട്ടും ഒരു എന്താ പറയുക, ഒരു ജേർക്ക് ഫീൽ ചെയ്യുന്നില്ല ഉള്ളിൽ. ഇതാണ് നമ്മുടെ ലൂസിഫറിലെ ഒരു സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ. ഷാജോൺ ഫോൺ ചെയ്തിട്ട് പറയില്ലേ, സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന്. ആ ഒരു ഷോട്ട് ഇവിടുന്നാണ്. വാട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഫൈറ്റ് സീൻ അതെടുത്ത സ്ഥലമാണിത്. നമ്മൾ ടാറ്റ സിയറയുടെ റിവ്യൂസിൽ കണ്ട ഒരു കാര്യം സസ്പെൻഷനെ പറ്റിയാണ്. FDD, ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുണ്ടും കുഴിയിലൂടെ നമ്മൾ ചവിട്ടി ഇറക്കാതെ ഒരു സ്മൂത്തായിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ ആ ഒരു ജേർക്ക് നമുക്ക് ഇൻറ്റീരിയറിൽ ഫീൽ ചെയ്യില്ല എന്ന് പറഞ്ഞ്. ഇത് നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണ്. കുറച്ച് മോശം വഴിയാണ്, അതായത് കുറച്ചൊരു റോക്കി ടെറൈൻ പോലെ. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ളിൽ തോന്നില്ല കേട്ടോ. എക്സ്പെരിമെൻ്റ് ആയിട്ട് വെള്ളത്തിൻ്റെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അത് ഒട്ടും കുലുങ്ങുന്നില്ല എന്നൊക്കെ പല യൂട്യൂബേഴ്സും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ലെങ്കിലും. റഫാണോ റോക്കോ? അതേപോലെ ടെറൈൻ മോഡ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റഫ് എന്ന് പറയുന്ന ആ ഒരു ടെറൈൻ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അതെങ്ങനെ ടാറ്റ സിയറ പെർഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ വാഹനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് എന്നുള്ള രീതിയിൽ
നമുക്ക് വളരെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഇതാണ് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴി. വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഇവിടെ നിന്ന് നടന്ന് വേണം അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകാൻ. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കാര്യം സമയം ഒരുപാട് പോകുന്നുള്ളത് കൊണ്ട്. ഇനി നമുക്ക് ഏകദേശം തിരിയാറായി. 100 മീറ്റേഴ്സിൽ നിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ടത്. അതായത് കട്ടപ്പന റൂട്ടിലോട്ട് കയറിയിട്ട് ഉടൻ തന്നെ റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. ഇത് ഓൾഡ് പാമ്പനാർ ഇതാണ്, പാമ്പനാർ പാലം അങ്ങാനാണ്. ഓൾഡ് പാമ്പനാർ എന്നുള്ള ഒരു ബോർഡ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുത്താണ് പോകേണ്ടത്. ചാർലിയുടെ ആ അതിമനോഹരമായ ആ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അധികം തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഇടുങ്ങിയ വഴിയാണ് ഇത്. ഒരു വീക്കെൻഡിലൊക്കെ വരാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയത്, നമ്മളിങ്ങനെ ഡോർ വൈഡ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പിടിക്കണം. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരുന്നു. സാറിന് അധികം ഓട്ടോമാറ്റിക് ഓടിക്കാറില്ല, കൂടുതലും മാനുവലാണ് എനിക്കിഷ്ടം. കാരണം പോളോയാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇതെല്ലാം നല്ല കൺട്രോൾ തോന്നുന്നുണ്ട്. എക്സ്പെക്ടേഷനേക്കാളും ബെറ്റർ ആണ് അല്ലേ? എന്തായിരിക്കും ടാറ്റയുടെ പേര് വെച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ടാറ്റ ഒരു വേൾഡ് ക്ലാസ് ആയ ഒരു ഫീലിംഗ് ഉണ്ടോ? ക്ലാസ് ആയി വരുന്നു. ഒരു 10 വർഷം മുമ്പ് ഇവിടെ മറ്റേ ദുൽഖർ സൽമാൻ്റെ ചാർലി സിനിമ ഷൂട്ടിംഗ് നടന്നായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് ഈ സ്ഥലം ടൂറിസ്റ്റിലേക്ക് ഫേമസ് ആയി, ചാർലിക്കുളം എന്നുള്ളത്. ഓൾറെഡി ഇത് അറിയപ്പെടുന്നത് തപ്പക്കുളമാണ് എസ്റ്റേറ്റ്. പക്ഷേ ഇപ്പോൾ ആ ചാർലിക്കുളത്ത് അറിയപ്പെടുന്നത് ആ ചാർലി സിനിമ വന്നതിന് ശേഷമാണ്. ഒത്തിരി ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞത് ആദ്യം ഷൂട്ട് ചെയ്തത് മറ്റേ നമ്മുടെ താപ്പാനയാണ്. ഈ ഏരിയ മൊത്തം കരിപ്പ ആ ലൊക്കേഷനായിരുന്നു ഇത് ഫുള്ള് കാണുന്നത്. ഇത് മൊത്തം കരിപ്പയായിരുന്നു. അതിനുശേഷമാണ് മറ്റേ ചാർലി സിനിമ റിലീസായത്. പക്ഷേ ചാർലി സിനിമ വന്നു കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പോൾ ചാർലിക്കുളം എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ മൂന്നാർ മിസ്റ്റ് കളറിന്റെ ഒരു പ്രത്യേകത കണ്ടോ? 2 ടോൺ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും ഇതിനൊരു ഗ്രീൻ ടോൺ പോലെ. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് അടിക്കുന്ന ആ ഒരു ഭാഗം, എനിക്കറിയില്ല ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന്. ലൈറ്റ് അടിക്കുന്ന ഭാഗം ഗ്രീനിഷ് ടോണും ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേഷ് ടോണുമാണ്. പണ്ടത്തെ കാസിനൊക്കെ ഒരു സ്റ്റീൽ ഗ്രേ എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു കളറാണ് തോന്നുന്നത്. പക്ഷെ പുറകിൽ നിന്ന് നമ്മൾ നേക്കഡായിട്ട് ആയിട്ട് നോക്കുമ്പം ഗ്രീൻ കളറാണ്. ഒന്ന് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. കൈലാസഗിരി ഇവിടെ മഞ്ഞ് മൂടിയൊക്കെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു 4500 ഹൈറ്റിൽ മറ്റേ ശിവക്ഷേത്രമുണ്ട്. അവിടെ നിന്നൊക്കെ വാഗമൺ, ഏലപ്പാറ, ടിഗ്രാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം ഫുൾ മഞ്ഞാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട് തപ്പക്കുളത്ത്. അവിടെ വണ്ടി പോവോ? വണ്ടി പോവും. ഓഫ് റോഡാണ്. ഓഫ് റോഡ് വണ്ടി പോകുന്നതാണ് നല്ലത്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് ശരിക്കും നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 600+ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ റിയർ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ടോപ്പിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 600 എന്നുള്ളത് പിന്നെയും ഫെർദർ എക്സ്റ്റെൻഡ് ചെയ്ത് എന്തായാലും 1000+ ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ഉണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ സ്ട്രട്ട് തന്നെയാണ്. പല ജർമ്മൻ കാർസിനും നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സ്ട്രട്ടാണ്. ടാറ്റ മോട്ടോഴ്സിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രട്ട് കാണുന്നത്. അതേപോലെ ഒരുപാട് ജർമ്മൻ കമ്പണൻസ് ഇതിൽ കാണാം നമുക്ക്.
ശരിക്കും റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മാത്രം ലൈറ്റ് കത്തുന്ന ഒരു ജർമ്മൻ രീതിയാണ്. അതേപോലെ ഇതിൻ്റെ ബോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോട്ടിലേക്ക് നമുക്കൊരു ഡെപ്തിൽ കാണാൻ പറ്റും, ഈ ഒരു ലെവലല്ല. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ സ്പെയർ വീൽ മൗണ്ട് ചെയ്തിരിക്കുന്നത് ബിലോ ദ വീക്കിളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് 2 ഓണാണ്. അത് ഒരു സേഫ്റ്റി മെഷർ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം മാൻഡേറ്ററി ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ പുറകിൽ നിന്ന് രാത്രി കാലങ്ങളിൽ ബൂട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തിന് കാണാൻ സാധിക്കും ഇങ്ങനൊരു വാഹനം കിടപ്പുണ്ടെന്നുള്ളത്. കാര്യം ഇതിൻ്റെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് മുകളിലേക്ക് പോകും. അപ്പം പുറകിൽ നിന്നും വരുന്ന ഒരു വാഹനത്തിന് അത് തിരിച്ചറിയാൻ പറ്റില്ല. അതേപോലെ ഒരു SUVയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സസ് ലഗേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഈ ഒരു പാർസൽ ട്രേ സാധാരണ നമ്മൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകുമോ അല്ലെങ്കിൽ റിയർ സീറ്റിൽ വെക്കുകയോ ചെയ്യുക. അതും ടാറ്റ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചാരി വയ്ക്കാൻ പറ്റും, അത് അവിടെ ഇരുന്നോളും. റിയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രത്യേകതകൾ ഇതിൻ്റെ ഡിസൈനുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഈ ഒരു വാഷറും വൈപ്പറും രണ്ടും ഇൻവിസിബിളാണ്. രണ്ടും ഇവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ മൂവ് തന്നെയാണ്. ടാറ്റയുടെ ലോഗോ നമുക്കെല്ലാം അറിയാം, കുറച്ച് കാലങ്ങളായിട്ട് ടാറ്റയുടെ ലോഗോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു റെട്രോ ലുക്ക് സിയറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഴയ ആ ടാറ്റയുടെ ലോഗോ തന്നെ റിയറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ സിയറ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും അത് നല്ല പ്രോമിനൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് ഇതിൻ്റെ റിയർ ടെയിൽ ലാമ്പ്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ യൂണിറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെയിം കാര്യം തന്നെയാണ് ഫ്രണ്ടിലെ ആ ഒരു എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും. ഇതിൻ്റെ ഹെഡ് ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പ്. എത്ര ചെറുതാണെന്ന് നോക്കൂ, പക്ഷേ വളരെ പവർഫുള്ളാണ്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പൊക്കെ പണ്ടത്തെ കാലത്ത് ഫോഗ് ലാമ്പൊക്കെ എന്ത് വലിയൊരു യൂണിറ്റായിരുന്നു. ഈ ഒരു ചെറിയ യൂണിറ്റാണ് സിയറയുടെ ഫോഗ് ലാമ്പ്. അതേപോലെ ഇതിന് ഈ ഫ്രണ്ടിലൊരു കണക്റ്റഡ് DRL ഉണ്ട്. അത് ഭയങ്കര സ്റ്റൈലിഷാണ്. ഇതിലാണ് ടേൺ ഇൻഡിക്കേറ്ററൊക്കെ വരുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ യൂണിറ്റായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഭയങ്കര ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നതാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് കൈലാസഗിരിയിലേക്ക് പോകേണ്ടത്. അവിടെ ഒരു ഉമാമഹേശ്വര ക്ഷേത്രമാണ് കാണിക്കുന്നത്. പക്ഷേ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണെന്നാണ് പറയുന്നത്. നമ്മൾ കൈലാസഗിരിയിലേക്കുള്ള വഴിയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇതുവഴി പോകുന്നത്. 2 സൈഡിലും തേയിലത്തോട്ടവും മഞ്ഞും ഒക്കെ ആയിട്ട് അധികം ആളുകൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലമാണ്. പക്ഷേ ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, കഴിയുമെങ്കിൽ ഒരു കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനത്തിൽ വരുന്നതാണ് നല്ലത്. കാര്യം താഴെ നിന്ന് ജീപ്പ് ഡ്രൈവേഴ്സൊക്കെ പറഞ്ഞു SUV പോലത്തെ വാഹനങ്ങളിൽ ആണ് പോകേണ്ടത്. കാറാണെങ്കിൽ അടി തട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതും ഈ ടാറ്റ സിയറ ആയതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് വരാൻ പറ്റുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മൾ നേരത്തെ റോക്കി ടെറൈനിൽ കൂടെയൊക്കെ വന്നിട്ടും വണ്ടിക്ക് നല്ല ട്രാക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അത് ഇതിൻ്റെ ഈ 19 ഇഞ്ച് അലോയ് വീൽസ് കൊണ്ടാണ്. കോമ്പറ്റീഷൻ വെഹിക്കിൾസിനൊക്കെ 17 ഇഞ്ചും 18 ഇഞ്ചും മാത്രമാണ്. പക്ഷേ ഇതിന് 19 ഇഞ്ച് അലോയ് വീലുണ്ട്. അത് ആ ഒരു SUV സ്റ്റാൻസ് തരിക മാത്രമല്ല, ഈ യൂട്ടിലിറ്റി കൊണ്ട് ഇതുപോലത്തെ ഒരു ടെറൈനിലൊക്കെ അത് കോൺകർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലത്തെ ടെറൈനിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നില്ല എൻ്റെ എക്കോസ്പോർട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന്. കാര്യം ട്രാക്ഷൻ ഭയങ്കര മോശമാണ്. പക്ഷേ സിയറയ്ക്കൊരു എഫേർട്ട് പോലെ പോലും തോന്നുന്നില്ല. ഇത് ഒരു 4 വീൽ ഡ്രൈവ് വെഹിക്കിളല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. കാര്യം നമ്മളോട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനമായിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഇത് കണ്ടോ, ലോഡ് ഓൾട്ടോ എവിടെയാണ് വന്നിരിക്കുന്നത്, എന്നിട്ട് തിരിച്ചു പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഒരു കാര്യം തീർച്ചയാണ്, ഇത്രയും ഒരു കേപ്പബിലിറ്റി ഉള്ള ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും അത് ടാറ്റ സിയറ ഹാറ്റ്സ് ഓഫ്. ഞാൻ ഓടിച്ചിട്ടുള്ള ഡീസൽ റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസ് പെർഫോം ചെയ്യേണ്ട ആ ഒരു പെർഫോമൻസ് ഈ
ഈ വാഹനത്തിൽ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് പവർ ഓർ ടോർക്ക്, ഇതിൻ്റെ ബേസിക് ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. ഫൈനലി ഒരു വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കൈലാസഗിരി. ഇത് ഇടുക്കി ജില്ലയിലാണ്. ശരിക്കും ചാർലിയുടെ ലൊക്കേഷൻ തേടി വന്നതാണ്. അവിടുന്ന് ജീപ്പ് ഡ്രൈവേഴ്സാണ് നമ്മളെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് വിട്ടത്. ഒരു 150 കിലോമീറ്റേഴ്സ് ഇന്ന് ഈ വാഹനം ഓടിച്ചു. ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഞാൻ കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് പറയാം ഈ സിയറയെ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാൻഡ്ലിങ്. ഇറ്റ് ക്യാൻ ബി ഹാൻഡിൽ ലൈക്ക് എ ഹാച്ച് ബാക്ക്. കോർണർ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് വളരെ നല്ലൊരു ഗ്രിപ്പാണ് കിട്ടുന്നത്. കാര്യം ഇതിന്റെ സസ്പെൻഷൻ കുറച്ചൊരു ബമ്പിനെസ് ഒക്കെ നമുക്ക് ഫ്രണ്ടിൽ തോന്നുമെങ്കിലും കോർണർ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ആ വരയെ നിൽക്കുന്ന പോലെ തോന്നും. ഒരു ഹാച്ച് ബാക്ക് ഒക്കെ നമ്മൾ കോർണർ ചെയ്യുന്ന പോലെ ആണ്. നമ്മൾ പല ടൈപ്പ് ടെറൈനിലൂടെയും ഡ്രൈവ് ചെയ്താണ് വന്നത്. ശരിക്കും നമ്മൾ ചവിട്ടി ഇറക്കുവാണ്. ഓരോ കുഴിയും ചവിട്ടി ഇറക്കുവാണെങ്കിൽ അത് നമ്മൾ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് ഒരു ഫ്രീ ആയിട്ട് വിടുവാണെങ്കിൽ ആ ഒരു ജേർക്ക് നമുക്ക് വണ്ടിക്കുള്ളിൽ ക്യാബിനുള്ളിൽ ഫീൽ ചെയ്യില്ല. അത് സെക്കൻഡ് തിങ്. തേർഡ് തിങ്, അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഈസ്റ്റർ എഗ് എന്നൊക്കെ പറയാം. ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യമല്ല ഇവിടെ നമുക്ക് എത്താൻ പറ്റും ഈ ടാറ്റ സിയറയിൽ. നമ്മൾ താഴേന്ന് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. അപ്പൊ അവിടെ ഒരു ജീപ്പുകാരൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കയറിപ്പോകും, സൂക്ഷിച്ചു പോണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു പേടിയായിരുന്നു. ഇതൊരു 4 വീൽ ഡ്രൈവ് അല്ല, ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് പെട്രോൾ എഞ്ചിൻ വെഹിക്കിളാണ്. അപ്പം ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ട്. ഒരു പ്രോബ്ലം ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കയറി വരികയും ഇത് ശരിക്കും എനിക്കിപ്പോൾ തോന്നുന്നത് ഇതൊരു സോഫ്റ്റ് ഓഫ് റോഡർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിളാണ്. നമുക്ക് 4 വീൽ ഡ്രൈവ് എൻഗേജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് ഇല്ല എന്നുള്ള ഒരു പോരായ്മ ഒഴിച്ചാൽ ബാക്കി പാർട്ട് ടൈം ഓഫ് റോഡർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു വെഹിക്കിളാണ്. പിന്നെ ഇതിന്റെ സെക്കൻഡ് റോ സീറ്റ് കംഫർട്ട് മാരകമാണ്, ഒന്നും പറയാനില്ല അതിന്റെ കാര്യം. എന്ന് വെച്ചാൽ നല്ല ലെഗ് റൂമാണ്, നല്ല ഹെഡ് റൂമാണ്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ. എല്ലാവരും വളരെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റും. ഒരു റീസൺ 4.3 മീറ്റർ ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓവർഹാങ് കുറവാണ്. അതായത് നമ്മുടെ ഈ ടയറിന്റെ ഫ്രണ്ടിലോട്ടും റെയറിലോട്ടും ഉള്ള ആ ഒരു പ്രൊജക്ഷൻ കുറവായതുകൊണ്ട് തന്നെ മാക്സിമം ഈ വെഹിക്കിളിന്റെ ആ ഒരു സ്പേസ് ഉള്ളിൽ തന്നെ വരും. അത് നമ്മുടെ പാസഞ്ചേഴ്സിന്റെ ആ ഒരു സിറ്റിംഗ് കംഫർട്ടിനോടൊപ്പം ബൂട്ട് സ്പേസും അപാരമാണ്. പിന്നെ സ്റ്റൈലിങ്ങിന്റെ കാര്യം നമ്മൾ എല്ലാ അടുത്തും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടാറ്റ സിയറയുടെ സ്റ്റൈലിംഗ്. അതിന് അവാർഡ് വിന്നിങ് സ്റ്റൈലിംഗ് എന്നാണ് പറയുന്നത്. ഇതിന്റെ ആ ഒരു ഡിസൈൻ എലമെന്റ്, ഇതിന്റെ ഫ്രണ്ടും സൈഡ് ഡിസൈനും എക്സെപ്ഷണൽ ആണ്. റെയർ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ഇതൊക്കെ നല്ലതാണ്, പെർഫെക്റ്റ് ആണ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തോ ഒരു സ്പഞ്ചി എഫക്റ്റ് പോലെ, നമ്മൾ ചവിട്ടുമ്പം അങ്ങോട്ട് പെഡൽ അങ്ങോട്ട് താന്നു പോകുന്ന പോലെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് കിട്ടാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും ബ്രേക്കിങ്ങിന് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഫ്രണ്ടും റെയറും ഡിസ്ക് ബ്രേക്സ് ആണ്, ABS ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ തോന്നുന്നുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു തോന്നലാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഫീലിംഗ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ടാറ്റ സിയറയുടെ മറ്റൊരു ഒരു എലമെന്റ് എന്താന്ന് ചോദിച്ചാൽ ഈ ഫ്ലോട്ടിംഗ് സ്ക്രീൻ തന്നെയാണ്. ഇത് പ്രീമിയം വെഹിക്കിൾസ്, അതായത് ഒരു കോടിക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങളിൽ, മെർസിഡീസ് പോലെയുള്ള വാഹനങ്ങളിലെല്ലാം തരുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു 25 ലക്ഷം രൂപയ്ക്ക് താഴെ ഉള്ള ഒരു ഇന്ത്യൻ വെഹിക്കിൾ തരുന്നത്. അതൊരു നല്ലൊരു ഫീച്ചറാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 സ്ക്രീൻസ് ഡ്രൈവർ ഓറിയന്റഡ് ഫീച്ചേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ 3ാമത്തെ സ്ക്രീൻ ഡ്രൈവറിന് ഒരു മൂവി കാണുമോ, യൂട്യൂബ് കാണുമോ, എൻജോയ് ചെയ്യുകയോ ചെയ്യാം. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണാത്തൊരു കാര്യമാണ്. അതിൽ പല മോഡ്സ്, ഇപ്പം ചുമ്മാ ഇരുന്ന് റിഫ്രഷ് ചെയ്യാനാണ് എങ്കിൽ പോലും അങ്ങനത്തെ പല മോഡ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ സട്ടിലായിട്ടുള്ള എന്തെങ്കിലും ഒരു മ്യൂസിക് കേട്ട് എന്തെങ്കിലും ഒരു വിഷ്വൽ, അതൊക്കെ ഒരു നല്ല കാര്യമാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്.
നല്ലൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്നും ചെയ്യേണ്ട, കാറ് തന്നെ അതിൻ്റെ പണി ചെയ്തോളും. നമ്മൾ ബ്രേക്ക് ചവിട്ടുകയോ ആക്സലറേഷനിലോ ഒന്നും തൊടണ്ട. നമ്മൾ ഡിയിലിട്ട് പോവാണ്, ചുമ്മാ ഇരുന്നാൽ മതി. ഹില്ല് ഡിസെൻഡ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് അത് കൺട്രോൾ ചെയ്തോളും. ഇതാണ് ചാർലി ഷൂട്ട് ചെയ്ത ആ മനോഹരമായ ലൊക്കേഷൻ. പണ്ടൊക്കെ ഇവിടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് വരാവുന്ന ഒരുപാട് റീൽസൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ കയ്യിലിരിപ്പ് കാരണം തന്നെ ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. വേറൊന്നുമല്ല, ഇവിടെ കൊണ്ട് ഒരുപാട് വേസ്റ്റ് കൊണ്ടിടുക, പിന്നെ വണ്ടികളൊക്കെ റാഷായിട്ട് ഓടിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആ തീരുമാനം എടുത്തു, ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നു വന്നാൽ ഈ ഒരു ഹിഡൻ സ്പോട്ടിലെത്താൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. മഴ കുറച്ചുകൂടെ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ 2 സൈഡിലും വെള്ളം നിറയും. ഇതിനിടയ്ക്ക് കുറേ ഒരു മരങ്ങളും ഈ മരങ്ങൾ പൂത്തുമൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നമ്മളിന്ന് ചെയ്തതൊരു എക്സ്പീരിയൻസ് റൈഡാണ്. എക്സ്പീരിയൻസ് റൈഡ് എന്ന് പറയുമ്പം നമ്മൾ ഒരു സാധാരണ ഒരു കാറിൻ്റെ റിവ്യൂ പോലെയല്ല, ഒരു വ്ളോഗ് സ്റ്റൈലിൽ നമ്മൾ സ്ഥലം പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു വാഹനം എടുത്തുകൊണ്ട് പോയി അതിൻ്റെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു രീതിയാണ്. ഇത് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, തുടരാൻ പറ്റിയില്ല. ഇത് ബേസിക്കലി ടാറ്റ സിയറ പെട്രോൾ ടർബോ ആ ഒരു വേരിയൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് റൈഡും കൈലാസഗിരി എന്ന് പറയുന്ന ഒരു ഹിഡൻ സ്പോട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്ത ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് റൈഡ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് മെൻഷൻ ചെയ്യുക. ഏത് വാഹനവുമായി ഏത് സ്ഥലത്ത് പോകണം എന്ന് കമൻറ്റും കൂടെ ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ ഓട്ടോമോട്ടീവ് റിലേറ്റഡ് കണ്ടൻസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.